യേശു സന്നിധി മാഭാഗ്യം, ക്ലേശം മാറ്റി മഹാ സന്തോഷം നൽകുന്ന യേശു സന്നിധി മാഭാഗ്യം. ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും തകർത്തിടുമ്പോൾ ഒക്കെയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന യേശു സന്നിധി മാഭാഗ്യം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അല്പസമയം ഉറങ്ങുവാനും ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല സാവകാശം കൂടെ തന്നതോർത്ത് നന്ദി പറയുക. സമാധാനത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ, കർത്താവിൻ്റെ പാദപിടം ചാർന്നിരുന്നല്ലോ. കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ നിന്നുവരെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവമാ വേണ്ടി ഇന്ന് പകൽക്കാലം വേണ്ടുന്നതെല്ലാം തന്ന് പോറ്റി പുലർത്തേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവെ. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കട്ടെ. ഇന്നുവരെ ഞങ്ങളെ അവിടെ ഇവിടങ്ങളിൽ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവം ഞങ്ങളുടെ ആവശ്യവും ആഗ്രഹം ഞങ്ങളെ കരുതുന്ന ദൈവമാകിയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. ഇന്നുവരെ ഞങ്ങളെ കരുതി നടത്തിയ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, വീണ്ടും ഞങ്ങളെ കരുതണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം ഒരുക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓർമ്മശക്തിയും ബുദ്ധിയുമൊക്കെ അപ്പച്ചം കൊടുക്കണം. ഉത്തരവാദിത്വത്തിൽ പഠിക്കണം. നല്ല മാർക്കോടെ ഒരു പാസ്സാകണം. ദൈവമായ കർത്താവരെ സഹായിക്കുമാറാകണം. ശത്രു കാണാതെ ദുഷ്ടപിശാച് തൊടാതെ കാത്തോണേ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, കർത്താവെ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയമൊരുക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുക. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി ഒരുക്കുന്നതോർത്ത് നന്ദി പറയുക. പ്രത്യേകിച്ചും ഹാലലി ജോലി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും സ്വർഗത്തിലേപ്പൻ വഴിവാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ജോലി ചെയ്യുന്ന മക്കളെ കാത്തോണേ. ആരോഗ്യം ബലം കൊടുത്ത് സമാധാനത്തിൽ നല്ല പ്രതിഫലം കൊടുത്ത് മാനിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണ ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് മക്കൾ എവിടെയായിരുന്നാലും സ്വർഗത്തിലെ ദൈവം ഈ ഓഗസ്റ്റ് മാസത്തിൽ അവർക്ക് വേണ്ടുന്ന തുണയെ കർത്താവ് ഒരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ടപ്പാ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ കർത്താവേ, സ്തോത്രം. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ അപ്പാ. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനം ഒരുക്കണമേ ദൈവമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കിക്കാട്ടപ്പാ. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത അനേക പ്രിയപ്പെട്ട മക്കളുണ്ടപ്പാ. സ്നേഹിക്കാത്ത മാതാപിതാക്കൾ, കുടുംബത്തിലൊരു സ്വസ്ഥത കൊടുക്കാത്തവർ, എൻ്റെ കർത്താവ് നീ അവരോട് മനസ്സലിയണമേ, കരുണ തോന്നണമേ. സന്തോഷത്തോടെ കർത്താവ് അവരുടെ ജീവിത പങ്കാളിയുമൊത്ത് ജീവിപ്പാൻ തക്കണം ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് മാനസാന്തരം നൽകണമേ. അതിൽ നിന്നൊരു മോചനം കൊടുക്കണമേ. സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ ഇടയാക്കണമേ കർത്താവേ. കരയുന്ന മാതാപിതാക്കളോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ. അപ്പോൾ അവർക്ക് മാനസാന്തരം നൽകിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം 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 അപ്പ സ്തോത്രം. ഈ സമയത്ത് കർത്താവ് പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പുതിയ നന്മകളും കൊടുത്ത് നിറച്ചാട്ട്. യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന ഓരോ മക്കളുടെ യാത്രയിൽ കർത്താപ്പച്ചൻ കൂടെ ഇരുന്നോണേ. നിശ്ചിതസ്ഥാനത്ത് എത്തുവോളം കൃപയിൽ പൊതിഞ്ഞോണേ അപ്പ സ്തോത്രപ്പ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെല്ലാം സൗഖ്യം ഓരോ മക്കൾക്ക് എന്നുള്ള ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിന് കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദര സംബന്ധമായ പല വേദനകളുള്ള രോഗങ്ങളുള്ളവർ, കർത്താവ് തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, കർത്താവ് ഹല്ലേലൂയ, ഫിക്സ് രോഗം വരുന്നവർ, കർത്താവ് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, കൈകാൾക്ക് ചലനമില്ലാത്തവരപ്പ, സന്ധിവേദനകളാൽ ഭാരപ്പെടുന്നവർ, കർത്താവെ സ്തോത്രപ്പ. എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവ്, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ കർത്താവ് ഹല്ലേലൂയപ്പ സ്തോത്രം. കർത്താവ് യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ഒരു കർത്താവ്, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ എല്ലാം തിരുമുൻപാകെ ഏൽപ്പിച്ചു തരുന്നു. നാഥാ, നീ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ആരെയും മറക്കുന്ന ദൈവമല്ല. ഞങ്ങൾ മറന്നാലും നീ മറക്കാത്ത ദൈവമാ സ്തോത്രം. ഓരോ മക്കളുടെയും വിഷയങ്ങൾ ഏറ്റെടുക്കണമേ. രോഗികൾക്ക് നല്ല വൈദ്യനായ അപ്പാ, രോഗം നീക്കുന്ന മരുന്നായ അപ്പാ, അങ്ങ് മരുന്നും വൈദ്യനുമായിരിക്കാൽ സ്തോത്രം. സഹായിച്ച് വിടുവിച്ചാൽ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന അപ്പൻ്റെ സമാധാനം ഓരോ മക്കൾക്ക് നൽകിക്കാട്ടെ. ഞങ്ങളുടെ ഉപജന്മാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ വാഴ്ത്തി അനുഗ്രഹിക്കണേ. ചെറുതും വലുതുമായ എല്ലാ ഉപജന്മാർഗവും വാഴ്ത്തണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ കാത്തോണേ കർത്താവേ സ്തോത്രപ്പ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദി കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ യൂതുവാക്കന്മാരെ ഏൽപ്പിക്കുന്നു, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു, അനാഥര വിധവകളെ സമർപ്പിക്കുന്നു കർത്താവ്, ഞങ്ങളുടെ കൊച്ചു പൈതങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് കാത്തുസൂക്ഷിച്ച് പരിപാലിച്ച് സമാധാനത്തിൽ കാത്തോണേ അപ്പ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവെ സ്തോത്രം. ദൈവമായ കർത്താവെ, യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. ഇന്ന് പോൽക്കാലം ഞങ്ങളുടെ വാഹനത്തിലും വഴിയിലും കർത്താപ്പച്ചും കൂടിയിരിക്കണം. ആപത്തരത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. രോഗദുഃഖാദി വർഷാദി മരണത്തിനെ ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. ഇന്ന് പകൽക്കാലം പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. പാപം കൂടാതെ പന്നിട്ടേ യാക്കണേ കർത്താവെ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന നാഥാ സ്തോത്രം അപ്പ. ഇന്നുവരെ അത്ഭുതാതിശയമായി നടത്തിയ ദൈവം വീണ്ടും ഞങ്ങളെ കരം പിടിച്ച് നടത്തണം. അടുത്ത ആലോചനയിൽ നടത്തണം. ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.